വെൽക്കം ടു സിമ്പിൾ PSC. നമ്മുടെ ചാനലിൽ പുതിയ CRT ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ സയൻസ് ചാപ്റ്റേഴ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സയൻസ് ചാപ്റ്റേഴ്സ്, സോഷ്യൽ സയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ പാഠം എന്ന് പറയുന്നത് എന്താണ്? 6ാമത്തെ ചാപ്റ്ററാണ്. താപവും നിത്യജീവിതത്തിൽ താപത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ജലത്തിൻ്റെ ഘനരൂപമാണ് ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ജലത്തിൻ്റെ വാതകരൂപമാണ് നീരാവി എന്ന് പറയുന്നുണ്ട്. അതറിയാവുന്ന കാര്യമാണല്ലോ. ജലത്തിൻ്റെ ഘനരൂപം എന്ന് പറയുന്നത് ഐസും അതുപോലെ തന്നെ ജലത്തിൻ്റെ വാതകരൂപം എന്ന് പറയുന്നത് നീരാവിയുമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്? താപപ്രേഷണം എന്ന് പറയാവുന്നതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ജലത്തിൻ്റെ രൂപങ്ങളൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ജലം എന്ന് പറയുന്നത് ഇപ്പോൾ ഐസ്, ജലത്തിന് വേറെ രൂപമായിട്ടുള്ള ഐസ് ഖരാവസ്ഥയിലാണല്ലേ. ഈ ഖരാവസ്ഥയിൽ നിന്നും വേറൊരു അവസ്ഥയിലേക്ക്, ഇപ്പോൾ ദ്രാവക അവസ്ഥയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് കിട്ടിയാൽ മതി? താപം കിട്ടിയാൽ മതി. അതായത് നമുക്ക് ഐസ് എന്ന് പറയുന്നത് വെള്ളമാണെന്നുണ്ടെങ്കിൽ, വെള്ളമാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? കുറച്ച് ചൂട് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇങ്ങനെ താപം കൊടുത്താൽ വേറൊരു അവസ്ഥയിലേക്ക് മാറില്ലേ ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? താപപ്രേഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് താപം എന്ന് പറയുന്നത്. അപ്പോൾ താപം എന്താണെന്ന് മനസ്സിലായല്ലോ. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് എന്തെന്ന് പറയുന്നത്? താപം എന്ന് പറയുന്നതെന്ന് മനസ്സിലായി. ഇനി താപത്തിൻ്റെ കൈമാറ്റം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ഒരു ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് അല്ലേ, നമ്മൾ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ കുറച്ച് അരി ഒരു കലത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നമ്മളവിടെ ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ നിന്നുള്ള ചൂടില്ലേ, ഇവിടെ നമുക്കൊരു ചൂടുണ്ടായിരിക്കും. ഈ തീയുടെ ചൂടെന്ന് പറയുന്നത് നേരെ ഈ കലത്തിലേക്ക് വന്നു അല്ലേ. കലത്തിലേക്ക് ആദ്യം തന്നെ ചൂട് വന്നു. പിന്നെ അതിനുള്ളിൽ എന്തുണ്ടായിരിക്കും? വെള്ളം ഉണ്ടായിരിക്കും. ആ വെള്ളത്തിലേക്ക് അത് പോയി. അതിനുശേഷം വെള്ളത്തിൽ അരി ഉണ്ടായിരിക്കും. അപ്പോൾ അരിക്ക് അത് പോയി. അപ്പോൾ അതാണ് പറയുന്നത് സ്റ്റവിൽ തീനാണ് പറയുന്നത്. താപം കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അതെവിടേക്കാണ് ആദ്യം തന്നെ പോയത്? എവിടേക്കാണ് പോയത്? പാത്രത്തിലേക്ക് പോയി. പിന്നെ താപം കിട്ടിയപ്പോൾ വെള്ളത്തിൽ പോയിട്ട് പിന്നെ അരിയിലേക്ക് പോയി. അപ്പോൾ താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? താപപ്രേഷണം എന്ന് പറയുന്നത്. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതിനെയാണ് താപപ്രേഷണം എന്ന് പറയുന്നത്. ഇനി താപപ്രേഷണം എന്ന് പറയുന്നത് പാത്രത്തിൽ നിന്ന് മാത്രമല്ല, പാത്രത്തിനുള്ളിലെ പദാർത്ഥങ്ങളിൽ നിന്നും ചുറ്റുപാടിലേക്ക് താപം പ്രേഷണം ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫലമായിട്ട് പാത്രത്തിനും അതിനുള്ളിലെ പദാർത്ഥങ്ങൾക്കും താപനഷ്ടം സംഭവിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഇതൊക്കെ പുറത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇത് മൂടി വെക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ നിന്നുള്ള ചൂടെന്ന് പറയുന്നത് ചുറ്റുപാടുകളിലേക്കും വ്യാപിക്കുന്നുണ്ടല്ലോ. അങ്ങനെ മനസ്സിലായി. ഇനി താപപ്രേഷണം എന്ന് പറയുന്നത് ഖരവസ്തുക്കളിലും ദ്രാവകങ്ങളിലും വാതകങ്ങളിൽ അതുപോലെ തന്നെ വികിരണമായി നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പല സ്റ്റെപ്പുകളായി നടക്കുന്നുണ്ട്. ഇപ്പോൾ ഖരവസ്തുക്കളിലാണെന്നുണ്ടെങ്കിൽ ചലനമാണ്, ദ്രാവകങ്ങളിലും വാതകങ്ങളിലാണെങ്കിൽ സംവഹനമാണ്. അതുപോലെ തന്നെ മാധ്യമത്തിന് സഹായമില്ലാത്ത ഒരു സംഭവമാണ് വികിരണം എന്ന് പറയുന്നത്. സൂര്യൻ്റെ ചൂടൊക്കെ ഭൂമിയിലേക്ക് എത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ പല ഘട്ടങ്ങളുണ്ട്, പല ടേംസുകളുണ്ട്. നമുക്ക് എന്നിട്ടാണ് നോക്കാം. താപപ്രേഷണം ഖരവസ്തുക്കളിൽ എന്ന് പറയുന്നുണ്ട്. എന്താണ് താപപ്രേഷണം ഖരവസ്തുക്കളിൽ? നോക്കി ഇവിടെ ഒരു മെഴുകുതിരി കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് ഒരു അലുമിനിയം കമ്പി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ ഈ തീ എന്ന് പറയുന്നത് ഈ അലുമിനിയം കമ്പിയുടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് നേരെ ഈ ചൂട് എങ്ങോട്ടാണ് വ്യാപിക്കുന്നത്? മുട്ടുസൂചി അവിടെ കുത്തി വെച്ചിട്ടുണ്ടല്ലോ, ഈ മുട്ടുസൂചിയിലേക്ക് വ്യാപിക്കും. അങ്ങനെ നീണ്ട് ഇങ്ങനെ അറ്റം വരെ പോകുമല്ലേ. അപ്പോൾ താപം എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഖരവസ്തുക്കളിൽ എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതാണ് ചാലനം എന്ന് പറയുന്നത്. കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിൽ താപപ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. അപ്പോൾ ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും. ഇങ്ങനെ താപം കൈമാറിയിട്ട് പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം എന്ന് പറയുന്നത്. ഖരവസ്തുക്കളിൽ എന്താണ് നടക്കുന്നത്? ചാലനമാണ് നടക്കുന്നത്. അപ്പോൾ എല്ലാ വസ്തുക്കളും താപം കടത്തിവിടുന്നുണ്ടോ? ഇല്ല അല്ലേ. താപം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്, കടത്തിവിടാത്ത വസ്തുക്കളുണ്ട്. അപ്പോൾ ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെയാണ് എന്തെന്ന് പറയുന്നത്? സുചാലകങ്ങൾ എന്ന് പറയുന്നത്. താപം നന്നായിട്ട് കടത്തിവിടാത്ത വസ്തുക്കളാണ് കുചാലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ താപം നന്നായിട്ട് കടത്തിവിടുന്നത് അലുമിനിയം, ചെമ്പ്, ഇരുമ്പൊക്കെ നന്നായിട്ട് കടത്തിവിടുന്നതാണ് അല്ലേ. നന്നായി കടത്തിവിടാത്തവയാണ് മരക്കഷ്ണം, തടി കഷ്ണം ഒക്കെ പറയുന്നത് എന്താണ്? താപം നന്നായിട്ട് കടത്തിവിടാത്തവയാണ്. അപ്പോൾ താപം നന്നായിട്ട് കടത്തിവിടുന്ന വസ്തുക്കളെ സുചാലകങ്ങൾ എന്നും കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ എന്ന് പറയും. ഇനി നമ്മളെങ്ങനെയാണ് നമ്മളുടെ നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു പാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ, ഗ്യാസ് വന്നൊരു പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചൂടുള്ള പാത്രം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പിടിയിൽ പിടിക്കും
എന്ത് കാരണം പിടിയിൽ പിടിക്കാൻ കാരണം പിടി എന്ന് പറയുന്നത് താപം തീരെ കടത്തി വിടാത്ത ഒരു വസ്തു കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് പിടിക്കുമ്പോൾ എളുപ്പമായല്ലോ. അപ്പം ഇതെങ്ങനെയാണ് പല സുജാലകങ്ങളും കുജാലകങ്ങളും ഒക്കെ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ നോക്കാം. ചൂടുള്ള പാത്രം അടുപ്പിൽ നിന്ന് ഇറക്കി വയ്ക്കാൻ, പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളുടെ കൈപ്പിടി നിർമ്മിക്കാൻ, പാചകത്തിനുള്ള പാത്രങ്ങൾ നിർമ്മിക്കാനൊക്കെ എന്ത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്? സുജാലകങ്ങളും കുജാലകങ്ങളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി ദ്രാവകങ്ങളിലും വാതകങ്ങളിലും എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. ദ്രാവകങ്ങളിലും വാതകങ്ങളിലും സംവഹനമാണ് നടക്കുന്നത്. വാതകങ്ങളും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രശ്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് പറയുന്നത്? സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രശ്ന രീതിയാണ് സംവഹനം. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും അപ്പോൾ നടക്കുന്നത് എന്താണെന്ന് മനസ്സിലായി? സംവഹനമാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി എന്താണ് വികിരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വികിരണം എന്ന് പറയുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയാണ് സൂര്യൻ്റെ ചൂട് ഭൂമിയിലേക്ക് എത്തുന്നത് നോക്കാം. സൂര്യനും ഭൂമിക്കും ഇടയ്ക്ക് ശൂന്യസ്ഥലമുണ്ടെന്ന് നമുക്കറിയാം. ഈ ശൂന്യസ്ഥലം 15 കോടിയോളം കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു. അപ്പം നമുക്ക് സൂര്യനും ഭൂമിയും തമ്മിൽ എത്രയുണ്ടെന്ന് പറഞ്ഞു? 15 കോടിയോളം കിലോമീറ്റർ അടുത്തുള്ള ഒരു ശൂന്യസ്ഥലമുണ്ട്. ഈ രണ്ട് ഇതിനിടയിൽ, സൂര്യനും ഭൂമിക്കിടയിൽ ഒരു ശൂന്യസ്ഥലമുണ്ട്. 15 കോടി കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയാം, ഇത്ര നേരം വരെ പറഞ്ഞെങ്കിൽ താപം ഇടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മാധ്യമം ആവശ്യമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു മാധ്യമം ഉണ്ടോ? ഇതിനിടയിൽ ഒരു ശൂന്യാകാശം വരുമ്പോൾ അവിടെ ഒരു മാധ്യമം എന്ന് അറിയുന്നില്ല. അപ്പോൾ നടക്കുന്ന പ്രവർത്തനമാണ് വികിരണം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിക്ക് സൂര്യനിടയ്ക്ക് മാധ്യമമില്ല, അതുകൊണ്ട് ചാലന മുഖേനയോ സംവഹന മുഖേനയോ ചൂട് പ്രസരിക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് വഴിയാണ് താപം നമ്മൾ എത്തുന്നത്? വികിരണം വഴിയാണ്. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം എന്ന് പറയുന്നത്. വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. സൂര്യനെ താപം ഭൂമിയിൽ എത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടോ പരിവർത്തിതമായ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതായ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളുത്ത അല്ലെങ്കിൽ മിനുസമുള്ള പ്രതലങ്ങളാണ് വികിരണ താപത്തെ കൂടുതൽ പ്രതിഫലിപ്പിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് ചൂടാറപ്പെട്ടി എന്ന് പറയുന്നത്? ചൂടാറപ്പെട്ടി എന്ന് വെച്ചാൽ എന്താ? പാചക ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനും പാചകം ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ ചൂട് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നതിനുമുള്ള സംവിധാനമാണ് ചൂടാറപ്പെട്ടി. ഇതിൽ ഭക്ഷ്യവസ്തുക്കൾ ശരാശരി 8 മണിക്കൂർ സമയം ചൂട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാം. ഏകദേശം വെന്ത അരി വെള്ളത്തോടെ അതിൽ ഇറക്കി വെച്ചാൽ അരി വേവിക്കാനുള്ള ഇന്ധന ചിലവ് പകുതിയോളം കുറയ്ക്കാം. നമുക്കറിയാലോ, നമ്മൾ റൈസ് കുക്കറൊക്കെ ഉപയോഗിക്കുന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ് അല്ലേ. നമ്മൾ കുറച്ച് നന്നായിട്ട് ചൂടാക്കും, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് വേവിച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അരി വേവിക്കാനുള്ള ഇന്ധന ചിലവ് പകുതിയോളം കുറയ്ക്കാം എന്ന് പറയുന്നുണ്ട്. ചൂടാറപ്പെട്ടിയിൽ തെർമോക്കോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് കുജാലകമായതിനാൽ ചാലനം വഴി താപനഷ്ടം കുറയുന്നു. ചൂടാറപ്പെട്ടി അടച്ചു വയ്ക്കുന്നതിനാൽ സംവഹനം വഴി താപനഷ്ടം കുറയുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി എന്താണ് ഐസ് പെട്ടി? മത്സ്യം പോലുള്ള ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് ഐസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഐസ് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് മീൻകടയിൽ പോയി നന്നായിട്ട് അറിയാം അല്ലേ. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മീൻ വാങ്ങിച്ച ഫ്രിഡ്ജിൽ വെക്കലോ. അപ്പോൾ അതാണ് പറയുന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി എന്താണ് താപീയ വികാസം എന്ന് പറയുന്നത്? ഖരവസ്തുക്കളിലെ താപീയ വികാസം എന്ന് പറയുന്നത് എങ്ങനെയാണ്? താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ എന്ത് സംഭവിക്കും? വികസിക്കും. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു. തണുക്കുമ്പോൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പരീക്ഷണം കൊടുത്തിട്ടുണ്ടല്ലോ. താപം ലഭിക്കുമ്പോൾ അലുമിനിയം തകിടുകൾ വികസിച്ച് സർക്യൂട്ട്. ഇവിടെ അലുമിനിയം തകിട് കൊടുത്തിട്ടുണ്ട്, ബാറ്ററി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബൾബ് കൊടുത്തിട്ടുണ്ട് അല്ലേ. 3 സംഭവങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്നിട്ട് പറയുന്നത് താപം ലഭിക്കുമ്പോൾ അലുമിനിയം തകിടുകൾ വികസിച്ച് സർക്യൂട്ട് പൂർത്തിയായിട്ട് ബൾബ് പ്രകാശിക്കുന്നു. താപം ലഭിക്കുമ്പോൾ ഇതൊക്കെ അലുമിനിയം തകിട് എന്ത് സംഭവിക്കും? വികസിക്കും. അപ്പോൾ സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താവും? പൂർത്തിയായി. അപ്പോൾ എന്ത് സംഭവിച്ചു? ബൾബ് പ്രകാശിച്ചു. താപം നഷ്ടപ്പെടുമ്പോൾ തകിടുകൾ സങ്കോചിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ട് എന്ന് പറയുന്നത് വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ബൾബ് അണയുന്നു. അപ്പോൾ അതാണ് പറയുന്നത് താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു എന്നും പറയുന്നുണ്ട്. തണുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? സങ്കോചിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇനി എന്താണ് താപം ലഭിക്കുമ്പോൾ ദ്രാവകങ്ങൾ വികസിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. നോക്കിയേ, ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. അപ്പോൾ ഇവിടെ 2 പോയിന്റും ഒന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. ഖരവസ്തുക്കളിലാണെന്നുണ്ടെങ്കിലും ദ്രാവകങ്ങളിലാണെന്നുണ്ടെങ്കിലും താപീയ വികാസം നടക്കുന്നുണ്ട്. ചൂടാക്കുമ്പോൾ വികസിക്കുകയും തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ വാതകങ്ങളിൽ എങ്ങനെയാണ്? വാതകങ്ങളിലും ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു, അതുപോലെ തന്നെ തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. അപ്പോൾ ഖരത്തിലും ദ്രാവകത്തിലും വാതകത്തിലും താപീയ വികാസം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചൂടാക്കുമ്പോൾ വാതകങ്ങൾ ഖരമായാലും ദ്രാവകമായാലും വാതകമാണെങ്കിലും വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് താപനില എന്ന് പറയുന്നത്? താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില എന്ന് പറയുന്നത് അല്ലേ. താപത്തിൻ്റെ അളവിനെ സൂചിപ്പിക്കുന്ന പദമാണ് താപനില. താപനില 3 തരത്തിലുണ്ടല്ലോ. ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, അതുപോലെ തന്നെ ഫാരൻഹീറ്റ് ഉണ്ട്, കെൽവിൻ ഉണ്ട് അല്ലേ. കെൽവിനും കൂടി ഉണ്ട് അല്ലേ. ഈ കെൽവിൻ എന്ന് പറയുന്നത് എന്തായിരുന്നു?
താപത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിനാണ്. അപ്പോൾ താപത്തിന് അളക്കുന്നതിനായിട്ട് 3 ഇതാണ് അളവുകളാണുള്ളത്. ഏത് യൂണിറ്റിലാണുള്ളത്? ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ്, കെൽവിൻ. ഇനി ശരീര താപനില അളക്കുന്നതിന് വേണ്ടിയിട്ട് തെർമോമീറ്ററാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? ശരീര താപനില അളക്കാനായിട്ട് തെർമോമീറ്റർ ഉപയോഗിക്കുന്നു. മനുഷ്യൻ്റെ ശരീര താപനില സാധാരണ അവസ്ഥയിലാണെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. അത് പഠിച്ചു വയ്ക്കാം കേട്ടോ. 37 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് മനുഷ്യൻ്റെ ശരാശരി താപനില എന്ന് പറയുന്നത്. തെർമോമീറ്ററാണ് നമ്മൾ ശരീര താപനില അളക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അന്തരീക്ഷ താപനില പറയുന്നുണ്ട്. ഒരേ സമയം മണ്ണും ജലവും വെയിലത്ത് വെച്ചാൽ ഏതാവും വേഗത്തിൽ ചൂടാകുന്നത്? സൂര്യൻ്റെ താപം മൂലം ഭൂമിയിലെ മണ്ണും ജലമൊക്കെ ചൂടാകുന്നുണ്ട് അല്ലേ? അപ്പം സൂര്യൻ്റെ താപം മൂലം എന്ത് സംഭവിക്കുന്നുണ്ട്? ഭൂമിയിലെ മണ്ണും ജലവും ചൂടാകുന്നതിനാണ് അന്തരീക്ഷ താപനില എന്ന് പറയുന്നത്. അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസം പ്രകാശ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ? ഉണ്ട് അല്ലേ? അതുപോലെ തന്നെ രാവിലെയാണോ ഉച്ചയ്ക്ക്, വൈകുന്നേരമാണോ കൂടുതലായിട്ട് താപം അനുഭവപ്പെടുന്നത്? അതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. ഇനി എന്താണ് കരക്കാറ്റ്, കടൽക്കാറ്റ് എന്ന് പറയുന്നുണ്ട്. ഇത് പഠിച്ചു വയ്ക്കാം. കരക്കാറ്റ് എന്നാണ്, കടൽക്കാറ്റ് എന്നാന്നുള്ളത്. കടൽക്കാറ്റ് നമുക്ക് ആദ്യം നോക്കാം. കടൽക്കാറ്റ് നടക്കുന്നത് എപ്പോഴാണ്? പകൽ സമയങ്ങളിലാണ് കടൽക്കാറ്റ് നടക്കുന്നത്. അതെങ്ങനെ പഠിക്കാം? കടൽ പകൽ അല്ലേ? അപ്പം അങ്ങനെ പഠിക്കാം, കടൽ പകൽ. ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അപ്പം എന്താണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്? ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂട് പിടിക്കുകയും. കടൽക്കാറ്റ് എന്ന് വെച്ചാൽ വേഗത്തിൽ പകലാണ് നടക്കുന്നത്. പകൽ എന്ന് പറയുമ്പോൾ സൂര്യൻ നമ്മുടെ കരയിലെത്തുമ്പോൾ എന്താ സംഭവിക്കുക? വേഗം എന്ന് പറയുന്നത് വേഗത്തിൽ കര ചൂട് പിടിക്കും. അപ്പം വേഗത്തിൽ കര ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ഒക്കെ സ്പീഡായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാളും ചൂട് കൂടുതലാണ്. അപ്പോൾ കടലിനേക്കാളും ചൂട് കൂടുതൽ ഏതിനായിരിക്കും? കരയ്ക്കായിരിക്കും. കാരണം എന്താ സംഭവിക്കുന്നത്? അവിടെ വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നുണ്ട്, വേഗത്തിൽ ചൂടാകുകയും ചെയ്യുന്നുണ്ട്. കരയുടെ തൊട്ടുമുകളിലുള്ള വായു ചൂട് പിടിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? കര ചൂട് പിടിക്കുമ്പോൾ കരയുടെ തൊട്ട് മുകളിലുള്ള വായുവും ചൂട് പിടിക്കുന്നു. ഈ വായു വികസിച്ച് മുകളിലേക്ക് പോകും. അങ്ങനെ ആ വായു വികസിച്ച് നേരെ മുകളിലേക്ക് മുകളിലേക്ക് പോകുന്നു. കരയുമായി താരതമ്യപ്പെടുത്തിയാൽ കടലിന് മുകളിലുള്ള വായു തണുത്തതാണ്. നമ്മൾ ഇവിടെ നേരെ പറഞ്ഞു തന്നിട്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു കര ചൂട് പിടിക്കും. കരയുടെ മുകളിലുള്ള കുറച്ച് ഭാഗവും ചൂട് പിടിക്കും. ആ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോവുകയാണ്. നേരെ കടൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കടലിന് നേരെ മുകളിൽ എന്താണ്? തണുപ്പായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ കരയിലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിന് മുകളിലുള്ള തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്ന് പോയില്ലേ, ചൂടുള്ള കാറ്റ് ഇങ്ങോട്ട് പോയി കടലിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കാം? തണുപ്പായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പോൾ ഈ തണുത്ത കാറ്റ് എന്ത് സംഭവിക്കും? കരയിലേക്ക് വീശുന്നതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്നുകൂടി പറയണം. കടൽക്കാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കടൽക്കാറ്റ് എന്ന് വെച്ചാൽ പകൽ സമയങ്ങളിലാണ് നടക്കുന്നത്. പകൽ സമയങ്ങളിൽ എന്ത് സംഭവിക്കുന്നത്? കരയിൽ എന്ത് സംഭവിക്കും? കര വേഗം ചൂട് പിടിക്കുകയും തണുക്കുകയും ചെയ്യുന്ന ഒരു ഇതാണ്. ജലത്തേക്കാളും വേഗത്തിൽ കര ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യും. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ എന്ത് സംഭവിക്കും? കര ചൂട് പിടിക്കുമ്പോൾ കരയുടെ തൊട്ടുമുകളിൽ എന്ത് സംഭവിക്കും? ചൂടുണ്ടായിരിക്കും. നേരെ മറിച്ച് കടലാണെന്നുണ്ടെങ്കിലോ കടൽ തണുപ്പായിരിക്കും ഉണ്ടായിരിക്കുക. കടലിൻ്റെ തൊട്ടുമുകളിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക? തണുപ്പായിരിക്കും ഉണ്ടായിരിക്കുക. ചൂടാണെന്നുണ്ടെങ്കിൽ ചൂട് ഇങ്ങനെ വികസിച്ചിട്ട് നേരെ മുകളിലേക്ക് ഇങ്ങനെ പോകും. അപ്പോൾ ആ സമയത്ത് കടലിൽ നിന്നും തണുത്ത കാറ്റ് ഇങ്ങോട്ടേക്ക് വീശുന്നതിനെയാണ് കടൽക്കാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നേരെ ഓപ്പോസിറ്റാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. ഇത് മാത്രം എടുത്തിച്ചാൽ മതി. അപ്പോൾ കരക്കാറ്റ് കിട്ടണ്ട. ഞാൻ വായിച്ചു തരാം. കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലെ വായു താരതമ്യേന ചൂട് കൂടുതലാണ്. അതിനാൽ കടലിന് മുകളിലുള്ള വായുവാകും കൂടുതൽ വികസിച്ചിരിക്കുക. അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇത് കരക്കാറ്റിന് കാരണമാകുന്നു. ഓക്കെ, കടലിനേക്കാളും വേഗത്തിൽ കര തണുക്കും. നേരത്തെ നമ്മൾ ചൂട് പിടിക്കുന്നതിന് പറഞ്ഞു. അപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ട് കരക്കാറ്റ് കടലിനേക്കാളും വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന എന്ത് സംഭവമാണ്? ചൂട് കൂടുതലാണ്. അപ്പോൾ ഈ ചൂട് പിടിച്ച വായു എന്ന് പറയുന്നത് മുകളിലേക്ക് പോകും. അപ്പോൾ കരയിലുള്ള തണുത്ത വായു എന്ന് പറയുന്നത് കടലിലേക്ക് പോകും. ഇതിനെയാണ് കരക്കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമ്മുടെ